വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് അമ്മേൻ്റെ വീഡിയോ ആണ്. അമ്മ ഒരു പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അമ്മയോട് ചോദിക്കാം എന്ത് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. ഓണക്കാലം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നൊരു പായസം ഉണ്ടാക്കാമെന്ന്. അപ്പം പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ടും പെട്ടെന്ന് ആക്കാൻ പറ്റുന്നൊരു പായസമായിരിക്കും നല്ലത്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് ചൗവരിയുടെ പായസം ഉണ്ടാക്കാമെന്ന്. കുറച്ച് സാധനങ്ങളൊക്കെ മതി, വേഗമാവും ചെയ്യും, സിമ്പിളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് ഉപയോഗിക്കുന്ന ചൗവരി ഞാൻ ഈ ഒരു ബൗളിലേക്കാണ് എടുത്തത്. അത് 1 മണിക്കൂർ വെള്ളത്തിൽ പൊതിർത്തിയിടണം. 1 മണിക്കൂർ വെള്ളത്തിൽ പൊതിർത്തിയിട്ട ചൗവരി പൊതിയതാണിത്. പിന്നെ പഞ്ചസാര ഞാനൊരു ബൗൾ എടുത്തുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. മധുരം വേണ്ടവർക്ക് കൂടുതൽ ഉപയോഗിക്കാം, കുറവ് വേണ്ടവർക്ക് കുറവ് ഉപയോഗിക്കാം. പിന്നെ 1 ഗ്ലാസ് വെള്ളം. ഞാനിതിലേക്ക് 1 ലിറ്റർ പാലാണ് ഞാൻ ഉപയോഗിച്ചത്. അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. ഇത് മുന്തിരി നെയ്യിലിട്ട് മൂപ്പിച്ചതാണ്. അണ്ടിപ്പരിപ്പ്, ഇത് ഏലക്കായി കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഞാൻ പൊടിച്ചെടുത്തതാണ്. പിന്നെ ഇത് വേണ്ടവർക്ക് ഉപയോഗിക്കാം, മിൽക്ക് മെയ്ഡിന്റെ, അമുലിന്റെ. ആദ്യം ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി വെച്ച് ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളമാണ് അത് ഈ ഉരുളിയിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. ഇതിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന ചൗവരി ഒരു ബൗൾ ഇടുകയാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് ഇളക്കുമ്പോൾ തന്നെ നല്ല പൊടിഞ്ഞു പോകും. അത് അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/2 ലിറ്റർ പാൽ, 1 ലിറ്റർ പാലിൽ 1/2 ലിറ്റർ പാലും ഇവിടെ ഒഴിക്കണം. ബാക്കി പകുതി ഞാൻ മാറ്റി വയ്ക്കാണ്. എന്നിട്ടത് നല്ലോണം ഇളക്കി കൊടുക്കാം. എപ്പോഴും ഇളക്കിയും കൊണ്ടിരിക്കണം, കാരണം ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കണം. ഈ ചൗവരി പായസം മാത്രമല്ല കേട്ടോ വയ്ക്കാം, ഇതുകൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കാം. ചൗവരീൻ്റെ കൊണ്ടാട്ടം പരത്തിയിട്ട് അത് ഞാനൊരു വീഡിയോയിൽ ഇടാം. കൊണ്ടാട്ടം ഉണ്ടാക്കാം. പിന്നെ നമ്മൾ അരിക്കൊണ്ടാട്ടത്തിൽ നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് അതും ഇടാം. പിന്നെ നല്ല ടേസ്റ്റാണത്. സേമിയ പായസത്തിലിടാം, ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഒരു 10 മിനിറ്റേ വേണ്ടൂ. അത് നമ്മൾ തിളയ്ക്കാനുള്ളൊരു താമസം. നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് ഞാൻ ഒഴിച്ച പോലെ പച്ച പാൽ ഒഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തിളപ്പിച്ച് പാൽ ഒഴിക്കാം. അപ്പോൾ പെട്ടെന്ന് അത് വേഗം നമുക്കൊന്ന് തിക്കായിട്ട് കിട്ടും. നല്ലൊരു തിക്കായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ പാകം അറിയില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തിട്ട് ഗ്യാസും താത്തണേ, അടി പിടിക്കരുത്. ഒന്ന് എടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. ഈ സാബുനരി ഈ ചൗവരി ഒന്ന് വെന്തോ എന്നുള്ളത് ഉണ്ട്. ഇങ്ങനെ ഒരു ഇതായിരിക്കണം. അപ്പോൾ അത് പാകമായിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ അതിൽ ആഡ് ചെയ്യാം. അത് മുഴുവൻ ഒഴിക്കുന്നുണ്ട്. 1 ലിറ്റർ പാല് മുഴുവൻ എടുത്തു. പാല് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇത് ചൗവരി നല്ലോണം ഇതായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. വേണ്ടവർക്ക് ഇഷ്ടമുള്ളത്ര ഇടാം. ഒന്ന് കുറച്ച് എനിക്കധികം മധുരം ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി ആഡ് ചെയ്യാം. ഞാൻ മധുരം നോക്കിയപ്പോൾ കുറച്ചും കൂടെ എനിക്ക് വേണം തോന്നുക. മധുരം ഇത് മതി. നല്ലോണം ഇതായിട്ടുണ്ട് പഞ്ചസാര. അതിലേക്ക് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക, പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് ഞാനത്. അത് ഞാൻ അതിലേക്ക് ഇടുന്നു. മുഴുവൻ ഇട്ടിട്ടുണ്ട്. നല്ലോണം ഇളക്കി പോകും. അത് കട്ട പിടിക്കാതെ നോക്കണത്. അപ്പം നല്ല സ്മെല്ലുണ്ട് പായസത്തിൻ്റെ.
ഇനി അധികം അധികം എടുക്കരുത്, സമയം എടുക്കരുത്. അപ്പം വേഗം തിളയ്ക്കാൻ തുടങ്ങിയില്ലേ, എത്രയെങ്കിലും നേരം വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര കട്ടിയായിപ്പോവും. അപ്പം അതിലേക്ക് അണ്ടിപ്പരിപ്പ്, വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇടാം. അത് പാർവതിയാണ് ഇടുന്നത്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തോളൂ നിങ്ങൾ. അതിനുശേഷം മിൽക്ക് മെയ്ഡ് കുറച്ച് മതി. ഇതിലൊക്കെ പായസം റെഡിയായി. നല്ല തിക്കായിട്ടുള്ള നല്ല സ്മെല്ലും ഉണ്ട്. ചവ്വരിൻ്റെ നല്ല തിക്കായിട്ടുള്ള പായസം റെഡിയായി. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനത് സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇടുന്നുണ്ട്. റെഡി, പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. പിന്നെ നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. ഇപ്പോൾ ഓണൊക്കെ വരികയാണ്, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ബെൽ നോട്ടിഫിക്കേഷനും കൂടി ക്ലിക്ക് ചെയ്യണം. നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾ വീണ്ടും